ഹായ്, എല്ലാവർക്കും സഫാരി മല്ലി ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്, ഈ ഒരു വീഡിയോ നമ്മൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എങ്ങനെ UK-യിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാം, നാട്ടിലെ ഡ്രൈവിംഗ് ലൈസൻസ് വെച്ച് ഇവിടെ വണ്ടി ഓടിക്കാൻ പറ്റുമോ, അതുപോലെ എന്താണ് അതിൻ്റെ പ്രോസസ്സ്, ഏതൊക്കെയാണ് അതിൻ്റെ എക്സാംസ്, എത്ര പൈസയാവും, എവിടെ അപ്ലൈ ചെയ്യണം, ഇങ്ങനത്തെ ഉള്ള ടോപ്പിക്സ് ഒക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ആദ്യത്തെ ചോദ്യം, നമുക്ക് നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ വണ്ടി ഓടിക്കാൻ പറ്റുമോ? യെസ്, നമുക്ക് വണ്ടി ഓടിക്കാം. നമുക്ക് നാട്ടിലെ ഇന്ത്യൻ ലൈസൻസിൻ്റെ ആ കാർഡ് മതി. അപ്പോൾ ചിലർ ചോദിക്കും, അപ്പോൾ ഇൻ്റർനാഷണൽ ആക്കണ്ടേ? ആക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അത് ഏറ്റവും നല്ലത്. പക്ഷെ നമ്മുടെ ഇന്ത്യൻ ലൈസൻസിൻ്റെ കാർഡുമായി ഇംഗ്ലീഷിൽ എഴുതിക്കൊണ്ട് ഇവിടുത്തെ ആൾക്കാർ അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഇവർക്ക് വായിക്കാൻ പറ്റാത്ത ലാംഗ്വേജ് ആകുമ്പോഴാണ് ഇവർ പറ്റത്തില്ല എന്ന് പറയുന്നത്. പക്ഷേ ഇംഗ്ലീഷിലാണെങ്കിൽ നമുക്കത് പറ്റും. പിന്നെയുള്ളത് ഇൻ്റർനാഷണൽ ലൈസൻസ് ആക്കുന്നത്, അത് ഓൺലൈനിൽ നമുക്ക് വിസ കിട്ടിയതിന് ശേഷം ചെയ്യാവുന്ന കാര്യമുള്ളൂ. അത് നമുക്ക് RT ഓഫീസിൽ പോയി കളക്ട് ചെയ്യാം, പോസ്റ്റൽ വഴി എടുക്കാം. അപ്പോൾ ആ കാർഡായിട്ട് നമ്മളിവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്കിപ്പോൾ സ്വന്തമായിട്ട് കാറ് വാങ്ങണമെങ്കിലോ അല്ലെങ്കിൽ റെൻ്റൽ സർവീസ് വഴി കാർ എടുക്കാനോ നമുക്ക് ഈ കാർഡുകൾ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇൻ്റർനാഷണലും യൂസ് ചെയ്യാം, നമ്മുടെ ഇന്ത്യൻ ലൈസൻസിൻ്റെ കാർഡും നമുക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ വാലിഡിറ്റി ആണ് ഇനി അടുത്ത ചോദ്യം. നമുക്കത് കറക്റ്റ് 1 വർഷമാണ്, 12 മാസമാണ് നമുക്കിതിന് വാലിഡിറ്റി ഉള്ളത്. നമ്മൾ എന്നാണ് UK-ക്ക് ആദ്യമായി വന്നിറങ്ങുന്ന ദിവസം അന്ന് തുടങ്ങിയത് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ കറക്റ്റ് നമുക്ക് 12 മാസം നമുക്ക് വാലിഡിറ്റി ഉണ്ട്. പിന്നെയുള്ള ഒരു കാര്യം കൂടി, നമുക്ക് നാട്ടിലെ ഇൻ്റർനാഷണൽ ലൈസൻസ് ആക്കാനുള്ള സൈറ്റിൻ്റെ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, ആവശ്യമുള്ളവരായി നോക്കിക്കോളൂ കേട്ടോ. നമ്മുടെ UK-യിലെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്മൾ എടുക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്? കാരണം അതൊരു പവർഫുൾ ഡ്രൈവിംഗ് ലൈസൻസ് കാർഡാണ്. അത് നമുക്ക് യൂറോപ്യൻ കൺട്രീസിൽ പോകുമ്പോൾ നമുക്ക് അത് യൂസ് ചെയ്തിട്ട് റെൻ്റൽ കാർ സർവീസസ് യൂസ് ചെയ്ത് നമുക്ക് കറങ്ങാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാം? ഇത് നമ്മുടെ UK ഗവൺമെൻറ് സൈറ്റായ DVLA, ഡ്രൈവർ ആൻഡ് വെഹിക്കിൾ ലൈസൻസിങ് ഏജൻസി ഒഫീഷ്യൽ സൈറ്റിൽ ചെന്ന് അതിലൊരു ഓൺലൈൻ ഫോം ഉണ്ട്, നമുക്കത് ഫില്ല് ചെയ്യാം. പോസ്റ്റലും വഴിയും ഫില്ല് ചെയ്യാം. ഓൺലൈൻ ഫോം ഫില്ല് ചെയ്തതിന് ശേഷം നമ്മളൊരു പേയ്മെൻറ്റ് കൊടുക്കും, ഏകദേശം 34 പൗണ്ട്. അപ്പോൾ നാട്ടിലൊരു 3400 ഇന്ത്യൻ റുപ്പീസ് വരും. അപ്പോൾ അത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ BRP കാർഡും നമ്മൾ അയച്ചു കൊടുക്കും. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് എനിക്ക് പറയാനുള്ളത്, പേഴ്സണലി ഇതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിൽ നിന്ന് വരുന്ന പ്രത്യേകിച്ച് ഡിപ്പെൻഡൻറ്റുകാർ അവർ വന്നു കഴിയുമ്പോൾ ആദ്യം ഡ്രൈവിംഗ് ലൈസൻസിന് പോവാതെ ജോലി കിട്ടിയതിന് ശേഷം ഡ്രൈവിംഗ് ലൈസൻസിന് അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരു ചെറിയ ടിപ്പാണ് ഉദ്ദേശിച്ച് പറയുന്നതാണ്. കാരണം നമ്മൾ BRP കാർഡ് ഇതിന് ഉപയോഗിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ജോലിയുടെ കാര്യത്തിന് പോകുമ്പോൾ അവർ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. അത് അത്ര സീരിയസ് കാര്യമൊന്നുമല്ല, എന്നാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അത് ഇതിന് ശേഷം കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് BRP കാർഡും പ്രൊവിഷണൽ കാർഡുമായിട്ട് നമുക്ക് തിരിച്ച് പോസ്റ്റൽ വഴി കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊവിഷണൽ കാർഡ് കിട്ടി. നമ്മുടെ ഓൺലൈൻ ഫോം അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് പ്രൊവിഷണൽ കാർഡും BRP നമുക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ ആ പ്രൊവിഷണൽ കാർഡ് വെച്ച് നമ്മൾ തിയറി ടെസ്റ്റിന് അപ്ലൈ ചെയ്യണം. അതും ഈ DVLA സൈറ്റിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. അതിന് നമ്മളൊരു 23 പൗണ്ടാണ് കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം നമുക്കിത് പ്രിപ്പയർ ചെയ്യണ്ടേ. എങ്ങനെ പ്രിപ്പയർ ചെയ്യും? അതിന് നമുക്ക് നമ്മുടെ ആപ്പ് സ്റ്റോറോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്നോ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നല്ലൊരു ഓപ്ഷൻ നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് പറയും, ഇല്ലെങ്കിൽ ഞാൻ പഠിച്ച ഏതാണെന്ന് ഡിസ്ക്രിപ്ഷനിലിട്ടേക്കാം. അതിൽ നമ്മളൊരു 5 പൗണ്ടോളം കൊടുത്ത് ആ ആപ്പ് വാങ്ങിച്ച് പഠിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആ ആപ്പിൽ കുറേ തിയറി ടെക്സ്റ്റ് ബുക്ക് പോലെ കുറേ ഓപ്ഷൻ ഇങ്ങനെ അവർ എഴുതിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാനത് വായിക്കാൻ നോക്കി, എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഇരിക്കണം എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞ്, നീ അത് പഠിക്കാതെ അതിൻ്റെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, മൾട്ടിപ്പിൾ. ഇത് ആക്ച്വലി നമുക്ക് 2 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ തിയറി ടെസ്റ്റിന് വരുന്നത്. ഒന്ന് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ഉണ്ട്, ഒന്ന് ഹസാർഡ് പെർസെപ്ഷനും ഉണ്ട്. ഞാൻ രണ്ടും ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞുതരാം. ഈ മൾട്ടിപ്പിൾ ചോയ്സിൽ ബേസിക്കലി റോഡ് സേഫ്റ്റി, നമ്മുടെ ആയിക്കോട്ടെ സൈക്കിളുകാരുടെ സേഫ്റ്റി, ബേസിക്കലി എല്ലാ സേഫ്റ്റി ക്വസ്റ്റ്യൻസും സയൻസുമിനെ കുറിച്ചൊക്കെയാണ് ഇതിൽ ചോദിക്കുന്നത് അവർ. അപ്പോൾ നമ്മുടെ എക്സാമിന് എങ്ങനെ വരണോ അതേ രീതിയിൽ തന്നെയുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ആപ്പിലും വരണത്. ഈ ആപ്പിലുള്ള എല്ലാ മോഡൽ ക്വസ്റ്റ്യൻസും നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ പരീക്ഷ പാസ്സാകുന്നത് 100% ഉറപ്പാണ്. അപ്പോൾ ഒന്ന് മൾട്ടിപ്പിൾ ചോയ്സ്, പിന്നെ ഉള്ളത് ഹസാർഡ് പെർസെപ്ഷൻ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വണ്ടി ഇങ്ങനെ പോവുകയാണ്, അപ്പോൾ അതിലൊരു വീഡിയോ ക്ലിപ്പ് കാണിക്കും. അപ്പോൾ വണ്ടി നീങ്ങണതും കാണും. അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ഹസാർഡ് വരുന്നുണ്ട്. ഹസാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ സ്കൂളിൻ്റെ വഴിക്കൂടെ പോകുമ്പോൾ ഒരു കുട്ടി പെട്ടെന്ന് ചാടുകയാണെങ്കിൽ അതൊരു ഹസാർഡാണ്.
അപ്പോൾ അവിടെ നമ്മൾ അതിന് മുമ്പേ അത് കാണുന്നതിന് മുമ്പേ ബ്രേക്ക് ചവിട്ടണം അല്ലെങ്കിൽ സ്ലോ ഡൗൺ ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ പോയിന്റ്സ് വരുമ്പോൾ, ഹസാർഡ്സ് വരുന്നുള്ള പോയിന്റ്സ് വരുമ്പോൾ നമ്മൾ നമ്മുടെ മൗസിൽ ഒരു ക്ലിക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അതൊന്ന് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലോ. അതിൽ കുറേ വീഡിയോസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഇതും കഴിയുമ്പോൾ നമ്മൾ പാസ്സാവും. ഇനി പാസ് മാർക്കോ, അതും വളരെ സിമ്പിളാണ്. നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സിന് 50-ൽ 43, നമ്മുടെ ഹസാർഡ് പെർസെപ്ഷനിൽ 75-ൽ 44, ഇത്രയും മാർക്ക് വാങ്ങിച്ചാൽ മതി. എനിക്ക് ഹസാർഡ് പെർസെപ്ഷനിൽ കൂടുതലായിരുന്നു, മറ്റേ മൾട്ടിപ്പിൾ ചോയ്സിൽ കറക്റ്റ് 43-ഓ 44ആയിരുന്നു. ഞാൻ പഠിച്ച ചോദ്യങ്ങളൊക്കെ തന്നെയാണ് വന്നത്. അപ്പോൾ നിങ്ങൾക്കും അത് പറ്റും ഞാൻ വിചാരിക്കുന്നു. തിയറി കിട്ടി നമ്മൾ പ്രാക്ടിക്കൽ 2 വർഷത്തിനുള്ളിൽ എടുക്കണം. ഇല്ലെങ്കിൽ എന്ത് പറ്റും, നമ്മുടെ തിയറി നമ്മൾ വീണ്ടും എഴുതേണ്ടി വരും. പിന്നെയുള്ളൊരു കാര്യം, നമുക്ക് പ്രൊഫഷണൽ വെച്ച് വണ്ടി ഓടിക്കാം. പക്ഷേ നമ്മുടെ കൂടെ നമ്മുടെ ഫ്രണ്ട് സീറ്റിൽ 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് ആയ, UK-ൽ ഡ്രൈവ് ചെയ്ത് UK-ൽ ഡ്രൈവിംഗ് ലൈസൻസ് 3 ഇയേഴ്സ് ആയ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. അങ്ങനെ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻസ്, നിങ്ങൾ പാസ്സായെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് പ്രാക്ടിക്കൽ എടുക്കണം. അപ്പോൾ പ്രാക്ടിക്കൽ എടുക്കാൻ, അപ്പോൾ തിയറി ടെസ്റ്റ് നമ്മൾ കഴിയുന്ന ദിവസം അവർ നമുക്ക് അപ്പം തന്നെ റിസൾട്ട് തരുവേ. എനിക്കൊക്കെ അപ്പം തന്നെ റിസൾട്ട് കിട്ടി. എനിക്ക് ആ പേപ്പർ ഓപ്പൺ ചെയ്യാനുള്ള ഒരു ആങ്സൈറ്റിയും ആ ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ ഭയങ്കരമായിരുന്നു. എന്തായാലും ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരുമിച്ച് എഴുതിയ, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെ പാസ്സായി. അപ്പോൾ അതിൻ്റെ ഡേറ്റ് കിട്ടാൻ വലിയ പാടുണ്ടായിരുന്നില്ല തിയറി ടെസ്റ്റ്. ഇനിയുള്ളത് പ്രാക്ടിക്കലിൻ്റെ എങ്ങനെ നമുക്ക് എടുക്കാം. നമ്മൾ ഈ തിയറി പാസ് ചെയ്തതിൻ്റെ പാസിംഗ് റെഫറൻസ് വെച്ചിട്ട് വീണ്ടും DVLA സൈറ്റിൽ, ഒഫീഷ്യൽ സൈറ്റിൽ നമ്മൾ ഡേറ്റ് എടുക്കുകയാണ് ചെയ്യണത്. നമുക്ക് ഡേറ്റ് കിട്ടാൻ അപ്പോൾ ഒരു 3, 4, 5 മാസം എടുത്തു ആ ഒരു ഡേറ്റ് ശരിയാവാനായിട്ട്. അപ്പോൾ നമുക്ക് ഡേറ്റ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുള്ളവർ 2-3 ടിപ്സ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരു ഇൻസ്ട്രക്ടറിനെ കണ്ട് അതിൻ്റെ ബേസിക് ആ ഒരു പരിചയമാവാൻ, UK-ൽ അതൊന്ന് പരിചയമാവാനായിട്ട് ഞങ്ങളൊരു 6-7 ക്ലാസ് വെച്ചെടുത്തായിരുന്നു. അപ്പോൾ അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ക്ലാസ്സുകൾ. ഇപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക് എടുത്തതുകൊണ്ട് എനിക്കധികം ക്ലാസ്സുകൾ അധികം എടുക്കേണ്ടി വന്നില്ല. ഇപ്പോൾ മാനുവൽ എടുക്കുന്നവർക്ക് ചിലപ്പോൾ അതിനും കൂടുതൽ വേണ്ടി വരുമായിരിക്കും. അപ്പോൾ അങ്ങനെ ക്ലാസ്, അപ്പോൾ ഈ ഇൻസ്ട്രക്ടേഴ്സിന് നമുക്ക് വേണമെങ്കിൽ ഏർലി ഡേറ്റ്സ് എടുത്തു തരാൻ പറ്റും. ചിലപ്പോൾ ഒരു 50-100 pounds നമ്മൾ കൂടുതൽ കൊടുക്കേണ്ടി വരും. പിന്നെ നിങ്ങൾക്ക് ഡേറ്റ് കിട്ടാനായിട്ട് നമുക്ക് പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മൺഡേയ്സിൽ കാലത്ത് ഒരു 6 മണിക്ക് എനിക്ക് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് ഡേറ്റ് നേരത്തെ കിട്ടാൻ. അപ്പോൾ നിങ്ങൾ ഇൻസ്ട്രക്ടർ തപ്പായിരിക്കും. ഞങ്ങളും ഇൻസ്ട്രക്ടേഴ്സിനെ തപ്പിയത് ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും അതുപോലെ പാസ്സായവരുടെ അടുത്തൊക്കെ ചോദിച്ചാണ്. അപ്പോൾ പാസിംഗ് റേറ്റുള്ള ഇൻസ്ട്രക്ടേഴ്സിനെ തപ്പിയെടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞങ്ങൾക്കിപ്പോൾ ഏകദേശം ഒരു മണിക്കൂറിന് 30 to 35 pounds ആണ് ഒരു മണിക്കൂറിനായത്. പക്ഷേ ഇൻസ്ട്രക്ടേഴ്സ് അറ്റ്ലീസ്റ്റ് 2 hours എങ്കിലും എടുക്കും. അപ്പോൾ ഒരു 70 to 80 pounds നമുക്കൊരു ദിവസം ആവും. ഒരു മിനിമം 2 to 4 ക്ലാസ്സസും നല്ല എക്സ്പേർട്ട് ഡ്രൈവേഴ്സിന് എടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി എടുക്കാതെ പഠിച്ച് ജയിച്ചവരും എൻ്റെ കൂട്ടത്തിലൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയൊന്നല്ല, അതൊക്കെ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലും നിങ്ങളുടെ ഒരു എക്സ്പെർട്ടീസ് ലെവൽ പോലെ ഇരിക്കും. അപ്പം ഞങ്ങളൊക്കെ ഒരു 6 to 8 ക്ലാസ് 10 ക്ലാസ്സസ് വരെയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് എടുക്കാം, മാനുവലായിട്ട് എടുക്കാം. അത് നിങ്ങളുടെ ഡ്രൈവിംഗ് ചോയ്സ് പോലെ. അപ്പോൾ നിങ്ങളെ ഡ്രൈവിംഗ് ഡേറ്റ് കിട്ടി, ടെസ്റ്റിന് ഡേറ്റും കിട്ടി, നിങ്ങൾ ഇൻസ്ട്രക്ടർ വെച്ച് നിങ്ങൾ ക്ലാസ്സുകളും കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ദിവസം ചിലപ്പോൾ നമുക്ക് ഇൻസ്ട്രക്ടറിന് ഒരു അഡീഷണൽ എക്സ്ട്രാ പൗണ്ട്സ് കൊടുക്കേണ്ടി വരും. അത് ബേസിക്കലി ഇതിനാണ്. ഒന്ന്, നിങ്ങളുടെ കാറല്ല, ഇപ്പോൾ ഇൻസ്ട്രക്ടറിൻ്റെ കാറ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതിനും, പിന്നെ അവർ നമുക്കൊരു എക്സ്ട്രാ ഒരു 1 hour 2 hours നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്ത് എക്സാമിന് മുമ്പ് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അതിനൊരു എമൗണ്ട് കൊടുക്കും. സ്വന്തമായിട്ടും കാറ് നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിന് കൊണ്ടുപോകാം. പക്ഷേ അതിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് DVLA സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് കിട്ടും. അത് ചേഞ്ചസ് വരാണെങ്കിലോ, അപ്പോൾ അതിൽ നിങ്ങൾ പോയി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാറ് തന്നെ, നിങ്ങളിപ്പോൾ കാർ എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് കൊണ്ടുപോവുകയും ചെയ്യാം. നമ്മുടെ പ്രാക്ടിക്കൽ ടെസ്റ്റ് 40 minutes ഡ്രൈവിംഗ് ടെസ്റ്റാണ്. അതിൽ നമ്മുടെ എക്സാമിനർ നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ ആൾ തുടക്കത്തിൽ നമ്മുടെ എൻജിനിൽ റിലേറ്റഡ് ആയ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും, കാണിച്ചു തരാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ കൂളൻ്റ് എവിടെയാണ്, കൂളിംഗ് ലിക്വിഡ് എവിടെയാണ്, അതൊക്കെ എവിടെയാണെന്ന് ചോദിക്കും. ചിലപ്പോൾ ബ്രേക്ക് എവിടെയാണ്, അങ്ങനെ ബേസിക് ക്വസ്റ്റ്യൻസ്. ചിലവരത് ചോദിക്കത്തില്ല, ചിലവർ ചോദിക്കും. എന്തായാലും പഠിച്ചിരിക്കാൻ നമുക്ക്. പിന്നെയുള്ളത് ഡ്രൈവിംഗ് ആണ്. ഡ്രൈവിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ചെക്ക് പോയിൻറ്റ്സ് ഒക്കെ ചെക്ക് ചെയ്യുക. പിന്നെയുള്ളത് അവർ പറയും, അവർ ഡയറക്ഷൻസ് തരും, ഇന്ന വഴിക്കൂടെ പോകുമെന്ന് പറയും. പിന്നെ അവർ നമുക്ക് ഗൂഗിൾ ഡയറക്ഷൻസിൽ ഇട്ടിട്ട് അത് വഴി പോകാൻ പറയും. അപ്പോൾ അതെന്തായാലും നിങ്ങൾ ഇൻസ്ട്രക്ടറോടൊപ്പം പഠിച്ചിട്ടുണ്ടാവും.
അപ്പോൾ എന്തെങ്കിലും അത് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും, നിങ്ങൾ പേടിക്കണ്ട. എക്സാമിൻ്റെ ദിവസം സമാധാനത്തിലിരിക്കുക, ഒരു കുഴപ്പമുണ്ടാവില്ല, നിങ്ങൾ പാസ്സാവും. അതിനൊക്കെ ഓൾ ദി ബെസ്റ്റ് ഇപ്പോഴേ ഇരിക്കണു. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, നമ്മുടെ തിയറി ടെസ്റ്റിന് നമ്മുടെ ആദ്യത്തെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് 57 മിനിറ്റ്സ് ആണ്. അതിൽ 50 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ നിങ്ങൾ 43 സ്കോർ ചെയ്യണം. പിന്നെ ഹസാർഡ് പെർസെപ്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് 14 എവറിഡേ റോഡ് സീൻസ് ഉണ്ടാവും. അതിൽ എല്ലാ വീഡിയോസിലും ഓരോ ഡെവലപ്പിംഗ് ഹസാർഡും, ഒരു വീഡിയോയിൽ എനിക്ക് തോന്നുന്നു 2 ഡെവലപ്പിംഗ് ഹസാർഡ് ഉണ്ടാവും. അതിൽ നമുക്ക് 75-ൽ നമുക്കൊരു 44 എടുത്താലും മതി. അപ്പോൾ കൺഗ്രാജുലേഷൻസ്, വീണ്ടും നിങ്ങൾ പാസ്സായില്ലേ. അപ്പോൾ പാസ്സാവണത് അന്ന് തന്നെ നിങ്ങളുടെ ഇൻസ്ട്രക്ടർ നിങ്ങളോട് പറയും നിങ്ങൾ പാസ്സായി എന്നുള്ളത്. അതുപോലെ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈസൻസ്, ആ ഒരു കാർഡായിരിക്കും, ഒരു കാർഡ് രൂപത്തിലാണ് കിട്ടുക. അത് നമ്മൾ തിയറി ടെസ്റ്റിനും കൊണ്ടുപോകുന്നുണ്ട്, പ്രാക്ടിക്കലിനും കൊണ്ടുപോകാൻ മറക്കരുത്. അപ്പോൾ അത് അവർ വാങ്ങിച്ചിട്ട് അവർ ഷ്രെഡ് ചെയ്ത് കളയും. അപ്പോൾ നമുക്ക് ഒറിജിനൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ഡിസ്കഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലിടാം, ഞങ്ങളതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.